ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് IP ടിവിയും IP ഫോണുകളുമാണ്. അതായത് ടെക്നീഷ്യന്മാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും IP ഫോണുകൾ അറിയാത്തവർ ഉണ്ടാകാം, IP TV എന്താണെന്ന് അറിയാൻ പാടില്ലാത്തതുണ്ടാവാം. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം, എന്നാലും അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് എന്താണ് എന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. കാരണം പലവരും പല സ്ഥലങ്ങളിലും പല സർവീസ് പ്രൊവൈഡർമാരും നമ്മുടെ അടുത്ത് IP TV ഓഫർ ചെയ്തിട്ടുണ്ടാവാം, IP ഫോണുകൾ ഓഫർ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അത് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഒരു അത്യാവശ്യകത തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യമായി നമുക്ക് IP TV എന്താണെന്ന് നോക്കാം. IP TV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പേരിൽ പറയുന്ന പോലെ തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു TV എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ആൻഡ്രോയിഡ് TV പോലെ ഒരു TV അല്ല അത്. പലരും അങ്ങനെയാണ് ചിന്തിച്ചിട്ടിരിക്കുന്നത്. IP TV എന്ന് പറഞ്ഞൊരു ഡിവൈസ് ആയിരിക്കും. IP TV എന്ന് പറഞ്ഞ ഡിവൈസ് അല്ല, ഒരു സർവീസാണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ നോർമലി ഇപ്പോൾ കേരള വിഷൻ ആയാലും BSNL ആയാലൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഡിവാനൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആപ്ലിക്കേഷനിൽ നമ്മുടെ നോർമലി TV ചാനൽസ് എല്ലാം അതിനകത്ത് അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ISPയുടെ അതായത് ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ നമ്മൾ ഈ ഒരു IP TV പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനകത്തൂടെ ഒരു ആപ്ലിക്കേഷൻ അവരുടേതായിട്ടുള്ള ഒരു IP TVയുടെ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. ആ ആപ്ലിക്കേഷനിൽ നമ്മുടെ യൂസർ നെയിം ക്രെഡൻഷ്യൽസ് ഒക്കെ കൊടുത്തിട്ട് അവർ തരുന്ന ഉപയോഗിച്ച് കോൺഫിഗറേഷൻ അവർ തന്നെ കോൺഫിഗറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതുവഴി നമുക്ക് ആ ഒരു ചാനൽസ് അതായത് TV ചാനൽസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് മെയിനായിട്ട് നോർമലി ആൻഡ്രോയിഡ് TVകളിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ആൻഡ്രോയിഡ് TV ആണെങ്കിൽ ആൻഡ്രോയിഡ് TV വഴി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഒരു IP TV ബോക്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് വരാറുണ്ട്, ഡിവൈസ് വരാറുണ്ട്. അപ്പോൾ അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡിവാനക്കാരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു രീതിയിലും ഈ IP TV നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ IP TV എന്ന് പറഞ്ഞൊരു TV അല്ല, ഇത്തരമൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഇത് ആക്ച്വലി വളരെ വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു സർവീസാണ് IP TV എന്നുള്ളത്. അപ്പോൾ പലരും അത് ഉപയോഗിച്ചവരുണ്ടാവും, ഉപയോഗിക്കാത്തവരുണ്ടാവാം. പക്ഷേ ഇത് ആക്ച്വലി ഇത് ഫ്യൂച്ചറായിരിക്കും, ഇതൊരു വലിയൊരു ഇൻവെൻഷനാണ് അല്ലെങ്കിൽ വലിയൊരു സംഭവമാണെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും OTT പ്ലാറ്റ്ഫോമുകളും അല്ലെങ്കിൽ OTT സർവീസുകൾ ഈവൻ IP TV വരെ OTT പ്ലാറ്റ്ഫോമുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു OTT പ്ലാറ്റ്ഫോമുകൾ അത് കഴിഞ്ഞ് വളരെ സജീവമാവുകയും വളരെ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി ഈ IP TV അത്രയും ഒരു അധികം ആൾക്കാരിൽ അത് എത്തിയില്ല, അല്ലെങ്കിൽ ഇപ്പോഴധികം ആൾക്കാരത് ഉപയോഗിക്കുന്നവരുണ്ടാകാം, എന്നാലും കൂടുതൽ ആൾക്കാരത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടെക്നോളജി എത്രത്തോളം സക്സസ് ആയി എന്നറിയില്ല. കാരണം വെച്ചാൽ ഇത് നമ്മുടെ ഡേറ്റയിൽ നിന്ന് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ എത്ര GB പ്ലാനാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെയാണ് ആ ഒരു യൂസേജ് കൺസംഷൻ ചെയ്യുന്നതൊക്കെ IP TV യൂസേജ് കൺസംഷൻ ചെയ്യുന്നത് അതേ ആ ഒരു ഇൻ്റർനെറ്റ് പാക്ക് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിന് ആ ഒരു പാക്കിൻ്റെ പുറമെ ചിലവർ IP TVയുടെ ചാനൽസിൻ്റെ അഡീഷണലി അതും പല പേ ചാനലുള്ളതുകൊണ്ട്, അതായത് എല്ലാ ചാനലുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഫ്രീ ടു എയർ ചാനലുള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് ബേസിക് ലെവൽ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്ലാനുകളും സർവീസ് പ്രൊവൈഡർമാർ ഈ IP TVക്ക് വേണ്ടി നൽകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഡേറ്റ കൺസംഷനും ആ കൂട്ടത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അതായത് നമുക്ക് എത്ര GB ആണ് അലോട്ട് ചെയ്തേക്കുന്നത് തന്നെയാണ് ആ ഡേറ്റയും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു IP TV ഇൻ്റർനെറ്റ് TV എത്രത്തോളം സക്സസ് ആവായിരുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, അതുപോലെ ഉപയോഗിക്കുന്ന നമുക്ക് OTT ഉപയോഗിക്കാവുന്നതാണ്. മേ ബി ആ ഇൻ്റർനെറ്റ് സ്ലോ ആവുകയാണെങ്കിൽ ആ ഒരു ലാഗ് പറഞ്ഞ നമ്മുടെ ആ TVയിലും ആ ഒരു ചാനൽസ് കാണുമ്പോഴും ആ ഒരു ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷേ ഇത് TVയിൽ മാത്രമല്ല, ഇത് IP മൊബൈലിലും ഇത്തരം ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നുണ്ട്. IP TV ഉപയോഗിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ IP ബോക്സ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അതാണ് ഒരു IP TVയുടെ സംവിധാനം. ഇനിയെങ്കിലും അറിയാത്തവർ അതൊന്ന് മനസ്സിലിരിക്കുക, അത് സെപ്പറേറ്റ് ഒരു TV അല്ല. കാരണം ഇത് പറയുമ്പോൾ അറിയുന്നവർക്ക് തോന്നും ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇനിയും അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. പിന്നെ അടുത്താണ് വോയിസ് ഓവർ IP ഫോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് IP ഫോണുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നോർമലി നമ്മുടെ മൊബൈലിൽ റൗട്ടറിൽ തന്നെ ഇതിനൊരു ലാൻഡ് പോർട്ട് ഉണ്ടാവും, ഒരു ടെലിഫോൺ പോർട്ട് ഉണ്ടാവും. ടെലിഫോൺ സർവീസ് ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ IP ഫോൺ അല്ലെങ്കിൽ IP ഫോണുകളെ കുറിച്ച് പറയുമ്പോൾ IP ഫോൺ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഫോൺ, അത് നേരത്തെ പറഞ്ഞ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഫോണുകളാണ്. അത് നമ്മുടെ ഒരു സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ പോലത്തെ ആ ഒരു മോഡലിൽ കണക്ട് ചെയ്യുന്ന അത്തരം ഫോണുകൾ അല്ല IP ഫോണുകൾ എന്ന് പറഞ്ഞാൽ. IP ഫോൺ സെപ്പറേറ്റ് ഫോണാണ്. IP ഫോൺ സെപ്പറേറ്റ് ഫോൺ. അത് വെച്ച് നമുക്ക് ആ ഒരു ഇൻ്റർനെറ്റിലോട്ട് കണക്ടിവിറ്റി, അതായത് നമ്മുടെ വീട്ടിലൊരു
ഒരു റൂട്ടർ ഉണ്ട്, അവിടെ ഒരു സ്വിച്ച് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് അല്ലെങ്കിൽ ആ റൂട്ടറിലോട്ട് ഡയറക്റ്റ് ആ ഒരു ലാൻഡ് കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന ഫോണുകളാണ് IP ഫോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം IP ഫോണുകൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് കോളിംഗ് സാധ്യമാക്കാം. അപ്പോൾ കോളിംഗ് സാധ്യമാക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഓഫീസൊക്കെയാണ്, അവർക്കൊരു പുറത്ത് സെർവർ ഉള്ളതാണ്, ഇപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തൊക്കെ സെർവർ ഉള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ഒരു അവിടേക്ക് ഇവർക്കൊരു കോൺവെർസേഷനൊക്കെ സാധ്യമാക്കണമെങ്കിലും, അതായത് ആ ഒരു ഇൻ്റർകോം പോലെ പ്രവർത്തിച്ച് ആ ഒരു ബ്രാഞ്ചുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, അതും IP ഫോണുകൾ ഇപ്പോൾ വീഡിയോ കോളിംഗ് ഒക്കെ ഉള്ള വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജിയിലൊക്കെ തന്നെയാണ് ഇപ്പോൾ പുതിയ IP ഫോണുകൾ വരുന്നത്. അപ്പോൾ ഒരു ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം IP ഫോണുകൾ ഉപയോഗിച്ചാൽ വളരെ ഫലപ്രദമായിട്ട് തന്നെ അവർക്ക് വീഡിയോ കോളും കാര്യങ്ങളും ചെയ്യാനും, അവരൊരു ഇൻ്റർകോം പോലെ തന്നെ അവർക്ക് ആ ഒരു വിദേശ രാജ്യത്താണെങ്കിലും ആ ഒരു സ്റ്റാറ്റിക് IP ഇതിനെ മസ്റ്റായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റാറ്റിക് IP എടുത്തിട്ട് നമുക്ക് ആ ഒരു IP മുഖേന തന്നെ ആ ഒരു ഫോൺ ഉപയോഗിച്ച് കോളുകൾ സാധ്യമാക്കാവുന്ന ഒന്നാണ് ഈ IP ഫോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഫോണുകൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ ഓഫീസുകളിലൊക്കെ നമുക്ക് കാണാം അത്തരം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജിയോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക അത്തരം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസ് പ്രൊവൈഡേഴ്സും ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു വളരെ ഓഫീസുകൾക്കാണ് ഇത് കൂടുതൽ പ്രയോജനകരമായിട്ട് വരുന്നത് ഈ IP ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു IP ഫോൺ എന്ന് പറയുന്നത്, IP ഫോൺ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു IP ഫോണും IP TVയും ഇത് രണ്ടിനെ കുറിച്ച് ആണ് ഞാൻ സംസാരിക്കാൻ ഇവിടെ വന്നത്. അതിൽ ബേസിക് ഈ ഒരു നോളേജ് നമുക്ക് മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ സർവീസ് പ്രൊവൈഡർ തന്നെ ഇത് കോൺഫിഗറേഷൻ ചെയ്തു തരികയും ബാക്കി എല്ലാം സർവീസ് പ്രൊവൈഡർമാർ തന്നെ നോക്കിക്കോളാം. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് ആയാലും അതിൻ്റെ ബാക്കി ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ബേസിക് നോളജ് ഇത് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ടെക്നീഷ്യൻ ആയാലും നോർമൽ കസ്റ്റമേഴ്സ് ആയാലും ആരായാലും ഈ ഒരു നോളജ് അറിഞ്ഞിരിക്കുക എന്താണ് IP TV എന്നും അതുപോലെ തന്നെ എന്താണ് IP ഫോണുകളെന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, ചെറിയൊരു ഇൻഫർമേഷനാണ്. ഒരു ചെറുതും അത്ര ചെറുതല്ല, എല്ലാ അറിവുകളും വലിയ അറിവുകളാണ്. അപ്പോൾ ഈ ഒരു അറിവ് ഞാനിവിടെ പറയാനായിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോ. അടുത്തൊരു ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.